NDA വൈസ് ചെയർമാനും കാമരാജ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. NDAയിൽ ഇത്തവണ കാമരാജ് കോൺഗ്രസ് എത്ര സീറ്റാണ് ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് 5: പാറശാല, കോവളം, അരീക്കര, കൊല്ലം ജില്ലയിൽ ചടയമംഗലം, കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര. ഇതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അനുകൂലമായൊരു സാഹചര്യം തന്നെയാണ്. ഇത്രയും സീറ്റുകൾ ലഭ്യമാവുമോ? അല്ല, നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ച് അത് തരണം. ഉഭയകക്ഷി ചർച്ച നടന്നുവെങ്കിലും അന്ന് പ്രസിഡൻ്റ് ഇല്ലായിരുന്നു. തുടർന്ന് ഉഭയകക്ഷി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. പാർട്ടി പാറശാല സീറ്റ് നമുക്ക് കിട്ടണം, എന്നാലേ മറ്റ് സീറ്റുകളിൽ നമ്മൾ മത്സരിക്കൂ. പാറശാല സീറ്റ് തരാൻ തയ്യാറല്ലെങ്കിൽ കേരളത്തിൽ കാമരാജ് കോൺഗ്രസ് മത്സരിക്കില്ല. ഈ പാറശാല സീറ്റ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? പ്രധാനമായും അത് കേന്ദ്രീകരിക്കാനുള്ള കാരണം കൂടുതൽ വോട്ടുകൾ, ഈ നാടാർ വിഭാഗത്തിൻ്റെ വോട്ടുകളിൽ വലിയ സ്വാധീനമുള്ള സ്ഥലം ആയതുകൊണ്ടാണോ? അതുകൊണ്ട് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഞങ്ങൾ ബൂത്ത് കമ്മിറ്റി വരെ എടുത്ത് സജീവമായിട്ട് പ്രവർത്തനം മത്സരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അത് നേരത്തെ തന്നെ പാർട്ടിയോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളൊരു 5 വർഷത്തെ പ്രവർത്തനം അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ മെച്ചം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ സീറ്റ് നമ്മൾ ചോദിക്കുന്നത്. അത് തരാൻ അവർക്ക് വൈമനസ്യം ഉണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ മത്സരിക്കുന്നില്ല. മറ്റൊരു സീറ്റും തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താനുള്ള ആലോചന വേണ്ട. NDAയുടെ വൈസ് ചെയർമാനാണ് താങ്കൾ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ NDA വിടാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കിയിരിക്കണം മത്സരിക്കാനാണല്ലോ. ഞങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു സീറ്റ് തന്ന് മുന്നണിയിൽ നിർത്തുന്നതിനുപരി നമുക്ക് സ്വാധീനമുള്ള സ്ഥലത്തുള്ള സീറ്റ് നമുക്ക് തരണം. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ മുന്നണി വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. സഹകരണം ഉണ്ടാവില്ല അല്ലേ? അല്ല, അത് ഞങ്ങൾ ഈ പ്രഖ്യാപനം വരണതിൻ്റെ അന്ന് തന്നെ ഞങ്ങളിവിടെ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. ഇതിൽ നിന്നാൽ നമുക്ക് സീറ്റ് തരുന്നില്ലെങ്കിലുള്ള ഗുണം ദോഷം എല്ലാം ചർച്ച ചെയ്യും. ഉചിതമായൊരു തീരുമാനം ഞങ്ങളെടുക്കും. ഇതിപ്പോഴും തന്നെ മുന്നണിയിൽ ഘടകകക്ഷികൾ ഒരുപാടുണ്ട്. അതിനെ തന്നെ 2 തരം ആളുകളായിട്ടാണ് അവർ കാണുന്നത്. ഒന്നിച്ച് ഒരു ഘടകകക്ഷികളെല്ലാം ഒരുപോലെ കാണുന്നില്ല. ഘടകകക്ഷികളെ 2 രീതിയിൽ കാണുന്ന 2 മനോഭാവം. ഇതിനൊന്നും നമുക്ക് യോജിപ്പില്ല. വിവേചനം നേരിട്ടു എന്നാണ് പറയുന്നത്. അതായത് ഈ കാമരാജ് കോൺഗ്രസിനെ അല്ലെങ്കിൽ അർഹിച്ച പരിഗണന ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്? അല്ല, പരിഗണന എന്ന് പറയുന്നത് സീറ്റ് മത്സരത്തിന് കിട്ടി. ഞങ്ങൾ 11 വർഷമായി ഇതിൽ വന്നിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് BJPക്ക് വോട്ടിടാൻ വേണ്ടി മാത്രമാണോ ഘടകകക്ഷിക്ക് മത്സരിക്കാൻ വേണമല്ലോ. ഇപ്പോഴേ പൊതുവെ കാണുന്ന ഒരു 8 ഘടകകക്ഷി എനിക്കറിയാം. ഇതിലുള്ള 20 വർഷം കൊണ്ടൊക്കെ നിൽക്കുന്നവർ. ഞങ്ങൾ 11 വർഷമേ ആയുള്ളൂ. പക്ഷേ BJPക്ക് വോട്ടിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഘടകകക്ഷി എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നടക്കുന്നത്. അത് മാറണം. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കണം, അവർക്ക് വോട്ടിടണം. ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് ശക്തമായി മുമ്പോട്ട് പോയാൽ നമുക്ക് കേരളത്തിൽ വളരെ മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള ശക്തി ഈ ഘടകകക്ഷിയെ കൊണ്ട് കാമരാജ് കോൺഗ്രസിനെ സംബന്ധിച്ച് സജീവമായിട്ട് പ്രവർത്തനത്തിലുള്ളതാണ്. ഈ ജില്ലയിൽ ഒരു പ്രബല വിഭാഗത്തിൻ്റെ നല്ല പിന്തുണയുമുണ്ട്. മറ്റ് ജില്ലകളിലും അതുപോലെ പ്രവർത്തനമുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരു ബ്ലോക്കിലും വാർഡിലും ഒക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സീറ്റും 140 സീറ്റുണ്ട്, എല്ലാം BJPക്ക് തന്നെ മത്സരിക്കണം, അതിന് ഘടകകക്ഷി വോട്ടിട്ട് കൊടുക്കണം എന്നുള്ളതിനോട് യോജിപ്പില്ല. ഈ സീറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഈ ഒരു വിഷയം മുന്നോട്ട് വെച്ചപ്പോൾ എന്തായിരുന്നു പ്രതികരണം? BJPക്ക് ഇത്തരം സീറ്റുകൾ താങ്കളുടെ പാർട്ടി ആവശ്യപ്പെടുന്ന സീറ്റുകൾ നൽകാൻ അവർ തയ്യാറാണ് എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനത്തെ സൂചന എന്തെങ്കിലും ലഭിച്ചിരുന്നോ? അല്ല, ചില സീറ്റുകൾ തരാമെന്ന് പറഞ്ഞാൽ പാറശാല അവർക്ക് ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മാറ്റി പറയുന്നുണ്ട്. ഇപ്പോൾ 17-ാം തീയതി എന്തോ ഉപേക്ഷിച്ച് ചർച്ച ഉണ്ട്. പാറശാല ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. പാറശാല സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റേത് സീറ്റ് തന്നാലും സ്വീകരിച്ച് മത്സരിക്കില്ല. പാറശാല സീറ്റാണ് ഞങ്ങളുടെ ആവശ്യം. അത് കഴിഞ്ഞാൽ 1, 2, 3 സീറ്റ് കൂടി തന്നാൽ സന്തോഷമായിട്ട് മത്സരിക്കും. അതിൻ്റെ ഫലം NDAക്ക് കിട്ടുകയും ചെയ്യും. അതിനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യും. അല്ലെങ്കിൽ ഞങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കും. ശക്തമായിട്ട് കമ്മിറ്റി കൂടി എന്താണ് മത്സരിക്കാതിരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണ്ടല്ലോ. ഞങ്ങൾ എല്ലാ ഭാഗവും ചിന്തിക്കും. ശക്തമായ എന്തെങ്കിലും നടപടി സ്വീകരിക്കും. അതായത് പാറശാല സീറ്റാണ് പ്രധാനം. അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് തന്നെയാണ് കാമരാജ് കോൺഗ്രസ് പറയുന്നത്. അതിൽ ആ ഒരു വിട്ടുവീഴ്ച മറ്റ് സീറ്റുകളെ കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം ഈ സീറ്റിലെ വിഷയം പരിഗണിക്കുക. ഈ പരിഗണന ലഭിച്ചില്ലെങ്കിൽ തുടർന്ന് NDAയിൽ നിൽക്കണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.